വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 23-1 മുതൽ 25 വരെ. അനന്തരം അവരെല്ലാവരും കൂട്ടമേ എഴുന്നേറ്റ് അവനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. ഇവൻ ഞങ്ങളുടെ ജാതിയെ മറിച്ചു കളയുകയും താൻ ക്രിസ്തു എന്ന രാജാവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് കുറ്റം ചുമത്തി തുടങ്ങി. പീലാത്തോസ് അവനോട്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാനാകുന്നു എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോരോടും, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ ഗലീലയിൽ തുടങ്ങി യഹൂദ്യയിലെങ്ങും ഇവിടത്തോളവും പഠിപ്പിച്ച് ജനത്തെ കലഹിപ്പിക്കുന്നു എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. ഇത് കേട്ടിട്ട്, ഈ മനുഷ്യൻ ഗലീലക്കാരനോ എന്ന് പീലാത്തോസ് ചോദിച്ചു. ഹെരോദാവിൻ്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവനെന്നറിഞ്ഞിട്ട് അന്ന് യെരുശലേമിൽ വന്നു പാർക്കുന്ന ഹെരോദാവിൻ്റെ അടുക്കൽ അവനെ അയച്ചു. ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെക്കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു. ഏറിയോ എന്ന് ചോദിച്ചിട്ടും അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ടു നിന്നു. ഹെരോദാവ് തൻ്റെ പടയാളികളുമായി അവനെ പരിഹസിച്ച് നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുക്കൽ മടക്കി അയച്ചു. അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു. പീലാത്തോസ് മഹാപുരോഹിതന്മാരെയും പ്രമാണികളെയും ജനത്തെയും വിളിച്ചുകൂട്ടി. അവരോട്, ഈ മനുഷ്യൻ ജനത്തെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നുവല്ലോ. ഞാനോ നിങ്ങളുടെ മുമ്പാകെ വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും ഇവനിൽ കണ്ടില്ല. ഹെരോദാവും കണ്ടില്ല. അവനെ നമ്മുടെ അടുക്കൽ മടക്കി അയച്ചുവല്ലോ. ഇവൻ മരണയോഗ്യമായത് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, സ്പഷ്ടം. അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ചു വിട്ടയക്കും എന്ന് പറഞ്ഞു. അവനെ നീക്കിക്കളക, ബറബാസിനെ വിട്ടുതരിക എന്ന് എല്ലാവരും കൂടെ നിലവിളിച്ചു. ഉത്സവം തോറും ഒരുത്തനെ വിട്ടുകൊടുക്കുക പതിവായിരുന്നു. അവനോ നഗരത്തിലുണ്ടായ ഒരു കലഹവും കൊലയും ഹേതുവായി തടവിലായവനായിരുന്നു. പീലാത്തോസ് യേശുവിനെ വിടുവിപ്പാൻ ഇച്ഛിച്ചിട്ട് പിന്നെയും അവരോട് വിളിച്ചു പറഞ്ഞു. അവരോ അവനെ ക്രൂശിക്ക എന്ന് എതിരെ നിലവിളിച്ചു. അവൻ മൂന്നാമതും അവരോട്, അവൻ ചെയ്ത ദോഷമെന്ത്? മരണയോഗ്യമായത് ഒന്നും അവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞു. അവരോ അവനെ ക്രൂശിക്കേണ്ടതിന് ഉറക്കെ മുട്ടിച്ച് ചോദിച്ചു. അവരുടെ നിലവിളി ഫലിച്ചു. അവരുടെ അപേക്ഷ പോലെ ആകട്ടെ എന്ന് പീലാത്തോസ് വിധിച്ചു. കലഹവും കൊലയും ഹേതുവായി തടവിലായവനെ അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. യേശുവിനെ അറസ്റ്റ് ചെയ്ത മഹാപുരോഹിതന്മാരും ദേവാലയത്തിലെ അകമ്പടി പട്ടാളവും കൂടി മഹാപുരോഹിതന് മുമ്പിൽ വെച്ച് യേശുവിനെ രാത്രിയിൽ വിസ്തരിച്ചു. അത് ചെയ്യാൻ പാടുള്ള കാര്യമല്ല. ഒരു കോടതിയും രാത്രിയിൽ കൂടി ഒരു കേസ് വിസ്തരിച്ച് വിധി പ്രഖ്യാപിക്കുവാൻ പാടുള്ളതല്ല. അതവർ ചെയ്തു. 2-3 സാക്ഷികളുടെ മൊഴി അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാൾക്കെതിരെ കുറ്റം വിധിക്കാൻ പാടുള്ളൂ. ഇവിടെ ഒരു സാക്ഷി പോലും ഒത്തുവന്നില്ല. ആകെക്കൂടെ അവനെ വിസ്തരിച്ചവർ ഒരു കാര്യത്തിൽ യോജിച്ചു. കേസ് തെളിയിക്കണമോ വേണ്ടയോ എന്നുള്ളതിലല്ല, മറിച്ച് ഇവനെ കൊല്ലണമെന്ന കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ലായിരുന്നു. വിധി തീരുമാനിച്ചതിന് ശേഷമാണ് അവർ വിസ്താരം നടത്തിയത്. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഈ യഹൂദന്മാരുടെ കോടതിക്ക് ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുവാൻ അന്ന് അധികാരമില്ലായിരുന്നു. അത് റോം യെരുശലേമിൽ യഹൂദയിൽ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഗവർണർക്ക് മാത്രമേ ചെയ്യുവാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നേരം വെളുത്തപ്പോൾ തന്നെ യഹൂദന്മാർ യേശുവിനെ കൂട്ടി പീലാത്തോസിൻ്റെ അരമനയിലേക്ക് പോയി. പീലാത്തോസിൻ്റെ അടുക്കൽ അവർ രാവിലെ തന്നെ എത്തി. പീലാത്തോസ് രാവിലെ
ഉണരുന്നതിന് മുമ്പ് തന്നെ ഇവരെത്തിക്കാണും. കാരണം രാത്രിയിലായിരുന്നല്ലോ യേശുവിനെ വിസ്തരിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തത്. നേരം വെളുത്ത് ഒട്ടും സമയം കളയാതെ അവർ പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലെത്തി. പക്ഷേ അവർ പീലാത്തോസിൻ്റെ വീട്ടിൽ കയറിയില്ല. കാരണം എന്താണെന്നറിയാമല്ലോ? പീലാത്തോസ് യഹൂദനല്ല, അന്യജാതിക്കാരനാണ്. പീലാത്തോസിൻ്റെ വീട്ടിൽ കയറിയാൽ ഇവർ കയ്ത്തമാണ് പോലും. ഇവർ വിശുദ്ധ ജനമാണല്ലോ, ദൈവത്തിൻ്റെ സ്വന്തം ആളുകൾ. രാവിലെ നിരപരാധിയായ ഒരുത്തനെ കള്ളം പറഞ്ഞ് കൊല്ലുവാൻ വേണ്ടി കള്ളക്കേസുണ്ടാക്കുകയാണ്. അതിലവർക്ക് ഒരു വിരോധവുമില്ല. എന്നാൽ പീലാത്തോസിൻ്റെ വീടിനുള്ളിൽ കയറിയാൽ വലിയ അയിത്തമാകും പോലും. ഏതായാലും പീലാത്തോസ് അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. പീലാത്തോസിനെ കണ്ടതും അവർ പീലാത്തോസിനോട് യേശുവിനെതിരെയുള്ള അവരുടെ ആരോപണങ്ങൾ, അവരുടെ ചാർജുകൾ അവതരിപ്പിക്കുകയാണ്. അത് നോക്കുന്നതിന് മുൻപ് ലൂക്കോസ് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വിവരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, യേശുവിനെ പീലാത്തോസ് വിസ്തരിക്കുന്ന ഈ കാര്യം ലൂക്കോസ് വളരെ ഹ്രസ്വമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അധികം വിശദീകരണങ്ങളൊന്നുമില്ലാതെയാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാമതായി, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ് യേശുവിനെ വിസ്തരിക്കുവാനായി പീലാത്തോസ് ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നത്. ലൂക്കോസ് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. ആ സമയത്ത് ഹെരോദാവ് യെരുശലേമിലുണ്ടായിരുന്നു. യേശു ഗലീലക്കാരനാണ്. മാത്രമല്ല, യേശുവിൻ്റെ മിക്കവാറും എല്ലാ ശുശ്രൂഷകളും ഗലീലയിലായിരുന്നതുകൊണ്ട് ഗലീലയുടെ ഗവർണറായ ഹെരോദാവ് വിസ്തരിക്കട്ടെ എന്ന് പറഞ്ഞ് ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് പീലാത്തോസ് യേശുവിനെ അയച്ചു. വാസ്തവത്തിൽ താൻ കൈ കഴുകാൻ ശ്രമിച്ചതാണ്, പക്ഷേ അത് നടന്നില്ല. ഹെരോദാവിനോട് യേശു ഒന്നും പറഞ്ഞില്ല. ഹെരോദാവ് യേശുവിനെ മടക്കി പീലാത്തോസിൻ്റെ അടുക്കൽ തന്നെ അയച്ചു. പിന്നെ മറ്റൊരു കാര്യം, ലൂക്കോസ് പീലാത്തോസ് ചെയ്ത കാര്യങ്ങളല്ല, മറിച്ച് പീലാത്തോസിന് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്ന കാര്യങ്ങൾ, അദ്ദേഹം എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഉദാഹരണത്തിന്, യേശുവിനെ വിട്ടയക്കാൻ അവന് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പീലാത്തോസിന് തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും ആ തീരുമാനം യഹൂദന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുമുള്ള അധികാരം ഉണ്ടായിരുന്നു. അതൊക്കെ പീലാത്തോസിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാതെ യേശുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കാരണം യേശു നിരപരാധിയാണ് എന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. ആ ഉദ്ദേശത്തിലാണ് യേശുവിനെ അടിപ്പിക്കാനും പിന്നെ ഹെരോദാവിൻ്റെ അടുക്കൽ അയക്കാനുമൊക്കെ പീലാത്തോസ് ശ്രമിച്ചത്. അത് ലൂക്കോസ് വിവരിച്ചിരിക്കുന്നു. പിന്നെ ലൂക്കോസ് പുറമേ നിന്നുള്ള സമ്മർദ്ദങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതായത് മത്തായി സുവിശേഷത്തിൽ പീലാത്തോസിൻ്റെ ഭാര്യ പീലാത്തോസിന് ഒരു എഴുത്ത് കൊടുത്തയക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പീലാത്തോസ് യേശുവിനെ വിസ്തരിക്കുമ്പോൾ പീലാത്തോസ് വാസ്തവത്തിൽ ഭയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. താൻ ഒരു രാജാവാണെന്ന് പറഞ്ഞു, എൻ്റെ ഈ രാജ്യത്വം ഐഹികമല്ല എന്നും യേശു പറഞ്ഞപ്പോൾ പീലാത്തോസ് ഭയപ്പെട്ടു. അങ്ങനെ ഉള്ള യാതൊരു സമ്മർദ്ദങ്ങളെക്കുറിച്ചും ലൂക്കോസ് പറഞ്ഞിട്ടില്ല. പിന്നെ ലൂക്കോസ് യേശുവിൻ്റെ നിരപരാധിത്വം, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഒന്നിലധികം പ്രാവശ്യം പീലാത്തോസിനെ കൊണ്ടും ഹെരോദാവിനെ കൊണ്ടും പറയിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൂക്കോസ് യേശുവിൻ്റെ നിശബ്ദതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 3-ാം വാക്യത്തിൽ ഞാനാകുന്നു എന്ന് യേശു പറയുന്നതല്ലാതെ മറ്റൊന്നും യേശു പറയുന്നതായിട്ട് ലൂക്കോസിൻ്റെ വിവരണത്തിൽ ഇല്ല. റോമിൽ നിന്നും യഹൂദ നാട് ഭരിക്കുവാനായി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട ഒരാളാണ് പീലാത്തോസ്. പീലാത്തോസും യഹൂദന്മാരുമായി പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. പീലാത്തോസ് ദേവാലയത്തിലുള്ള ഭണ്ഡാരത്തിലെ പണം എടുത്ത് ഏതോ ഒരു റോമൻ ദൈവത്തിൻ്റെ രൂപമുണ്ടാക്കാൻ ഉപയോഗിച്ചു എന്ന ആരോപണമുണ്ടായി. അങ്ങനെ യഹൂദന്മാരും പീലാത്തോസും തമ്മിൽ പ്രശ്നമുണ്ടായി. പീലാത്തോസിൻ്റെ പടയാളികളെ തടയുവാനായി യഹൂദന്മാർ വഴിയിൽ കിടന്ന് സമരം ചെയ്തതായി വായിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഗലീലക്കാരായ യഹൂദന്മാരുടെ രക്തം പീലാത്തോസ് അവരുടെ യാഗങ്ങളിൽ കലർത്തി. എന്ന് വെച്ചാൽ യാഗം കഴിക്കാൻ വന്ന ഗലീലക്കാരെ കൊന്നുകളഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ രക്തരൂക്ഷിതമായ പല കാര്യങ്ങളും പീലാത്തോസിൻ്റെയും യഹൂദന്മാരുടെയും ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ റോമിലെ ചക്രവർത്തിയായ കൈസറുടെ കീഴിൽ ജോലി ചെയ്യുന്ന രാജാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഗവർണർ എന്ന നിലയിൽ പീലാത്തോസിനെ സംബന്ധിച്ചിടത്തോളം ബാഡ് മാർക്സ് ആണ്. ഇതൊന്നും തന്നെ യോഗ്യതകളല്ല, അയോഗ്യതകളാണ്. പീലാത്തോസ് ഒരു നല്ല ജോലി അല്ല ചെയ്തത് എന്ന കാര്യത്തിൽ റോമിനും യഹൂദന്മാർക്കും
പീലാത്തോസിന് തന്നെയും അറിയാം. അതുകൊണ്ട് യഹൂദന്മാരുമായി ഇനിയും ഒരു അനാവശ്യ ഏറ്റുമുട്ടലിന് പോയാൽ യഹൂദന്മാർ പീലാത്തോസിനെതിരെ റോമിലേക്ക് കംപ്ലൈൻ്റ് അയച്ചാൽ തൻ്റെ നിലനിൽപ്പ് പരുങ്ങലാകും എന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. അത് യഹൂദന്മാർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാർ ആ നിലയിലാണ് അവരുടെ വാദം മുന്നോട്ട് കൊണ്ടുപോയത്. ഞങ്ങൾക്ക് കൈസറല്ലാതെ രാജാവില്ല, ഇവൻ രാജാവാണെന്ന് പറയുന്നു, ഇവനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നീ കൈസറുടെ സുഹൃത്തല്ല. ഇതൊക്കെ പീലാത്തോസിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. യഹൂദന്മാർ വളരെ പ്ലാൻ ചെയ്ത് എന്തു വന്നാലും യേശുവിനെ കൊല്ലും എന്ന് തീരുമാനിച്ച് പീലാത്തോസിനെ കൊണ്ട് ആ വിധി ഒപ്പുവെപ്പിക്കുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് അത് ചെയ്യാതെ ഒഴിവാകാൻ പീലാത്തോസും ശ്രമിക്കുന്നു. ഇതാണ് ഈ വിസ്താരത്തിൽ ആകെ കൂടെ സംഭവിക്കുന്നത്. യഹൂദന്മാർ 3 കാര്യങ്ങളാണ് യേശുവിനെതിരെ ഉന്നയിച്ചത്. 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇവൻ ഞങ്ങളുടെ ജാതിയെ മറിച്ചു കളയുകയും താൻ ക്രിസ്തു എന്ന രാജാവാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് കുറ്റം ചുമത്തി തുടങ്ങി. അതുപോലെ 5-ാം വാക്യത്തിൽ, അവൻ ഗലീലയിൽ തുടങ്ങി യഹൂദിയിലെങ്ങും ഇവിടത്തോളവും പഠിപ്പിച്ച് ജനത്തെ കലഹിപ്പിക്കുന്നുവെന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. ഇതാണ് അവരുടെ ആരോപണം. അവൻ്റെ പഠിപ്പിക്കലുകൾ ജാതിയെ മറിച്ചു കളയുന്നു എന്ന് വെച്ചാൽ ഇവൻ പഠിപ്പിക്കുന്നത് കേട്ട് ആളുകൾ കലാപം ഉണ്ടാക്കുന്നു. ഇതാണ് അവരുടെ ഒന്നാമത്തെ ചാർജ്. അത് പച്ച കള്ളമാണെന്ന് അവർക്കും അറിയാം, പീലാത്തോസിനും അറിയാം. കാരണം എവിടെയെങ്കിലും ഒരു കലാപം ഉണ്ടായാൽ പീലാത്തോസ് അത് അറിയും. പീലാത്തോസിൻ്റെ പട്ടാളം ആ കലാപത്തെ അടിച്ചമർത്തും. അതാണ് ചരിത്രം. കലാപം ഉണ്ടാക്കുന്നവർ, കലാപം ഉണ്ടാക്കാൻ സാധ്യതയുള്ളവർ, അവരെയൊക്കെ യഹൂദന്മാർ അറിയുന്നതിന് മുമ്പ് തന്നെ പീലാത്തോസ് അറിയും. അതുകൊണ്ട് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ മൂലം കലാപമുണ്ടായി എന്ന വാദം പീലാത്തോസ് ആദ്യം തന്നെ തള്ളിക്കളഞ്ഞു. ഇന്ന് ചില ആളുകൾ യേശു കലാപകാരിയായിരുന്നു, കലാപം ഉണ്ടാക്കാൻ ആളുകളെ ആഹ്വാനം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. നാം ആ കാര്യങ്ങളൊക്കെ മുൻപുള്ള പാഠങ്ങളിൽ ശ്രദ്ധിച്ചതാണ്. അതൊരിക്കലും ശരിയല്ല. യേശു ശത്രുവിനെ സ്നേഹിക്കണം, ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കാണിച്ചു കൊടുക്കണം, നിൻ്റെ പുതപ്പെടുക്കുന്നവന് വസ്ത്രം കൂടെ കൊടുക്കണം, നിന്നോട് 1 മൈൽ അവൻ്റെ കൂടെ പോകാൻ പറഞ്ഞാൽ നീ 2 മൈൽ പോകണം എന്നൊക്കെ ആണ് യേശു പഠിപ്പിച്ചത്. ശത്രുവിനെ സ്നേഹിക്കണമെന്നാണ് പഠിപ്പിച്ചത്. തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന ഒരു പട്ടാളക്കാരനെ വെട്ടിയ പത്രോസിനെ കുറിച്ച് നാം പഠിച്ചു. ആ പത്രോസിനോട് വാളുറയിലിടുക എന്ന് പറഞ്ഞ് ആ പട്ടാളക്കാരന് ചെവി മുറിഞ്ഞു പോയ മൽക്കസ് എന്ന ആ ദാസന് അവന് സൗഖ്യം കൊടുത്തതായിട്ട് നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു ഒരിക്കലും ഒരു സായുധ വിപ്ലവം ആഹ്വാനം ചെയ്തയാളല്ല. യേശുവിൻ്റെ പേരിൽ ആരും സായുധ വിപ്ലവം ചെയ്യാൻ പാടില്ല. അങ്ങനെ പറയുന്നത് തെറ്റാണ്. അങ്ങനെ ചിലർ ആരോപിക്കുന്നത്, ആ ആരോപിക്കുന്ന ആളുകൾ സായുധ വിപ്ലവം ചെയ്യുന്നവരാണ്, ക്രിസ്ത്യാനികളും അങ്ങനെയുള്ളവരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇങ്ങനെ കള്ളം പറഞ്ഞ് ക്രിസ്തീയ മാർഗത്തിനെതിരെ ദുഷ്പ്രചാരണം നടത്തുന്നതാണ്. യേശു ഒരിക്കലും അത് ചെയ്തിട്ടില്ല. പീലാത്തോസ് ആ കാര്യം നന്നായി അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇവൻ കലഹമുണ്ടാക്കുന്നു എന്ന് യഹൂദന്മാർ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം പോലും പീലാത്തോസ് പറഞ്ഞില്ല. കാരണം അത് വാസ്തവമല്ലായിരുന്നു. യേശു തൻ്റെ പഠിപ്പിക്കലുകളെല്ലാം പരസ്യമായിട്ടാണ് ചെയ്തത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, കലാപം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവരുടെയൊക്കെ മീറ്റിങ്ങുകൾ ഇരുട്ടത്താണ്, രാത്രിയിലാണ്. അവർ അച്ചടിക്കുന്ന ലഘുലേഖകൾ ഏത് പ്രസ്സിലാണ് അച്ചടിച്ചതെന്ന് കാണുകയില്ല. അതെല്ലാം അനോണിമസ് ആണ്. എന്നാൽ യേശു തൻ്റെ പഠിപ്പിക്കലുകളെല്ലാം പരസ്യമായി ദേവാലയത്തിലും സിനഗോഗുകളിലും പുരുഷാരത്തിന് മുമ്പിൽ വെച്ചാണ് ചെയ്തത്. അത് പീലാത്തോസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ യഹൂദജാതിയെ മറിച്ച് കളയും, കലഹമുണ്ടാക്കുമെന്നുള്ള വാദം പീലാത്തോസ് അംഗീകരിച്ചേയില്ല. അവർ പിന്നെയും പറഞ്ഞു, ഗലീല മുതൽ യഹൂദ വരെ അവൻ പഠിപ്പിച്ചു. അതും ശരിയാണ്. ഗലീല മുതൽ യെരുശലേം വരെ പഠിപ്പിച്ചെങ്കിലും ഒരിടത്തും യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ഒരു കലാപം ഉണ്ടാക്കിയില്ല. പിന്നീട് അവർ പറഞ്ഞൊരു കാര്യം, കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു എന്നാണ്. ഇതും തെറ്റാണ്. അതുകൊണ്ടാണ് പീലാത്തോസ് ആ കാര്യത്തെക്കുറിച്ച് ഒന്നും യേശുവിനോട് ചോദിച്ചില്ല. കാരണം കരം പിരിക്കുന്നതിനെതിരെ ആരെങ്കിലും പഠിപ്പിക്കുകയോ അത് തടയുകയോ ചെയ്താൽ ഭരണവ്യവസ്ഥയിലുള്ള ആളുകൾ അതറിയും, പീലാത്തോസ് അതറിയും. കാരണം പീലാത്തോസിനെ ഒരു ഗവർണറായി യഹൂദയിൽ വെച്ചിരിക്കുന്നത് വാസ്തവത്തിൽ റോമിന് വേണ്ടി കരം പിരിക്കാനാണ്. ആ കരം പിരിക്കുന്നതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, കലാപം ഉണ്ടാക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പട്ടാളത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തുക. അതാണ് പീലാത്തോസിൻ്റെ ജോലി. കരം പിരിക്കാതിരിക്കുന്നു എന്നൊരു കാര്യം പീലാത്തോസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും പീലാത്തോസ് അതിനെതിരെ ഇടപെടും. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല.
ഇതും ഇവർ കള്ളം പറയുന്നതാണ് എന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഇവർ പറഞ്ഞ മൂന്നാമത്തെ ഒരു ആരോപണം, ആ ആരോപണത്തെക്കുറിച്ച് മാത്രമാണ് പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നത്. 3-ാം വാക്യത്തിൽ യേശുവിനോട് ചോദിക്കുന്നു, നീ യഹൂദന്മാരുടെ രാജാവോ? ഇത് കളിയാക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. കാരണം തലേ രാത്രിയിൽ യേശുവിനെ അവർ മർദ്ദിച്ചു, മുഖത്ത് തുപ്പി, വിവസ്ത്രനാക്കി, വളരെ ക്ഷീണിച്ച അവശനായി മുറിവേറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി. യാതൊരു രാജകീയ പ്രൗഢിയോ കാണാൻ സൗന്ദര്യമോ ഒന്നുമില്ല. ഒരു സാധാരണ മനുഷ്യൻ കെട്ടപ്പെട്ടവനായി നിൽക്കുന്നു. ഇവൻ എങ്ങനെയാണ് രാജാവാകുന്നത്? തീർച്ചയായും ഇവൻ രാജാവല്ല. ഇവൻ രാജാവല്ലെന്ന് മാത്രമല്ല, ഇവനെ രാജാവാക്കാൻ ആരും ഒട്ട് ശ്രമിക്കുകയുമില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പീലാത്തോസിന് അറിയാം. പിന്നെ പീലാത്തോസ് ഇവിടെ വാസ്തവത്തിൽ കളിയാക്കിയാണ് ചോദിക്കുന്നത്. യഹൂദന്മാർ നിങ്ങളുടെ രാജാവാണിതല്ലേ, നിങ്ങൾക്ക് പറ്റിയ രാജാവാണ്. ഈ നിലയിൽ പരിഹാസ രൂപത്തിലാണ് പീലാത്തോസ് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. വളരെ വസ്തുനിഷ്ഠമായി യേശു അതിന് മറുപടിയും പറഞ്ഞു, ഞാനാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൂക്കോസിൻ്റെ ഈ വിവരണത്തിൽ യേശു പറഞ്ഞ ഏക കാര്യമാണിത്. ഞാൻ രാജാവാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഇവൻ രാജാവാകുന്നു എന്ന് പറഞ്ഞിട്ടും പീലാത്തോസ് പറയുന്നത് എന്താണ്? ഞാനിവരിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ആർക്ക് വേണമെങ്കിലും ഞാൻ രാജാവാണെന്ന് പറയാം. അതിൻ്റെ പേരിൽ ആരെയും ശിക്ഷിക്കേണ്ട കാര്യമില്ല. ഇത് വെറും ഒരു പാഴ്വാക്ക് എന്ന നിലയിൽ മാത്രമേ പീലാത്തോസ് എടുത്തുള്ളൂ. ഒരാൾ രാജാവാകുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ രാജാവാകുമോ? ഏത് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. യേശു ഞാൻ രാജാവാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഇതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഇവൻ രാജാവാകുന്നു എന്ന് പറയുന്നതിനകത്ത് ഇപ്പം എന്താ അത്ര വലിയ തെറ്റ്? അതൊന്ന്. രണ്ടാമത്, ഇവർ ഒരു കുറ്റവാളിയെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതിന് ഒരു കാരണമേ ഉള്ളൂ, അവനെ കൊലയ്ക്ക് കൊടുക്കണം, ഇവരെ കൊല്ലണം. അതിനുവേണ്ടിയാണ് ഇവർ പീലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. മറ്റ് ശിക്ഷകളൊക്കെ അവർക്ക് നടപ്പാക്കാം. പീലാത്തോസ് അവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവനെ കൊല്ലേണ്ട ഒരു കാര്യവുമില്ല, ഇവൻ വധശിക്ഷ അർഹിക്കുന്നില്ല എന്നാണ് പീലാത്തോസ് പറഞ്ഞത്. അത് കേട്ട ഉടനെ ആളുകൾ പറഞ്ഞു, ഇവൻ ഗലീല മുതൽ യെരുശലേം വരെ ആളുകളെ പഠിപ്പിക്കുന്നു, ഇളക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസിന് ഒരു നല്ല ഐഡിയ തോന്നി. കാരണം പീലാത്തോസിനറിയാം ഈ ആളുകൾ ഇവനെ അസൂയ കൊണ്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവൻ ഒരു തെറ്റും ചെയ്തതല്ല. ഇവനെ കൊല്ലാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവനെ കൊലയ്ക്ക് കൊടുക്കാൻ പീലാത്തോസിന് ഇഷ്ടമല്ല. എന്നാൽ യഹൂദന്മാരെ പിണക്കാനും പീലാത്തോസിന് ഇഷ്ടമല്ല. ഗലീല എന്ന വാക്ക് അവരുടെ വായിൽ നിന്ന് വീണതും പീലാത്തോസ് ആ വാക്കിൽ ചാടിപ്പിടിച്ചു. ഇവൻ ഗലീലക്കാരനാണോ? അങ്ങനെയെങ്കിൽ പിന്നെ ഞാൻ എന്തിനീ കേസിൽ ഇടപെടണം? ഗലീലക്കാരൻ്റെ കേസിൽ യഹൂദയിലെ ഗവർണർ എന്തിനിടപെടണം? ഗലീലയിലെ ഗവർണർ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഹെരോദാവിനെക്കുറിച്ചാണ് പീലാത്തോസ് പറയുന്നത്. ഗലീലയുടെ ഗവർണറായിരുന്നു ഹെരോദാവ്. ഹെരോദാവും പീലാത്തോസും തമ്മിൽ നേരത്തെ വൈരമായിരുന്നു. ഇപ്പോൾ അവർ തമ്മിൽ വലിയ പ്രശ്നമില്ല. ഏതായാലും ഹെരോദാവ് ഇപ്പോൾ യെരുശലേമിലുണ്ട്. അപ്പോഴാണ് ഗലീലക്കാരൻ്റെ ഒരു കേസ് പീലാത്തോസിൻ്റെ അടുക്കൽ വരുന്നത്. പീലാത്തോസ് പറഞ്ഞു, ഈ കേസിൻ്റെ വിധി പറയേണ്ടത് ഞാനല്ല, ഹെരോദാവാണ്. നിങ്ങൾ വേഗം ഇവനെ കൊണ്ട് ഹെരോദാവിൻ്റെ അടുത്ത് പോകും, അവൻ തെറ്റാണോ ശരിയാണോ എന്ന് വിധിക്കട്ടെ. പീലാത്തോസ് വാസ്തവത്തിൽ അവിടെയാണ് കൈ കഴുകാൻ തുടങ്ങിയത്. പീലാത്തോസിന് യേശുവിൻ്റെ കേസിൽ വിധി പറയാതിരിക്കാൻ വേണ്ടി ഒരവസരം വീണ് കിട്ടി. അത് അവൻ ഉപയോഗിക്കാൻ ശ്രമിച്ചു. അവർ ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് പീലാത്തോസിൻ്റെ അടുത്ത് നിന്നും യേശുവിനെ കൊണ്ടുപോയി. ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. യേശുവിനെക്കുറിച്ച് ഹെരോദാവ് കേട്ടിരുന്നു, കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഹെരോദാവിനെക്കുറിച്ച് ലൂക്കോസ് പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. യേശുവിൻ്റെ മിനിസ്ട്രി തുടങ്ങിയ കാലത്ത് ലൂക്കോസ് 3-ാം അധ്യായത്തിൽ ഹെരോദാവിൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതേ അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ ഹെരോദാവിൻ്റെ അധാർമികത്വത്തെ വിമർശിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. പിന്നെ 9-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ തലവെട്ടാൻ ഹെരോദാവ് നിർബന്ധിതനായതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. പിന്നീട് 13-ാം അധ്യായത്തിൽ യഹൂദന്മാർ വന്ന് ഹെരോദാവ് നിന്നെ കൊല്ലാൻ നോക്കുന്നു, വേഗം സ്ഥലം വിട്ടു പോയിക്കോളാൻ അവനോട് പറഞ്ഞു. ആ സമയത്ത് യേശു, നിങ്ങൾ പോയ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും എന്ന് പറയുന്നതായിട്ടൊരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഹെരോദാവിനെക്കുറിച്ച് ഏതാണ്ട് ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഹെരോദാവ് പ്രസംഗം കേൾക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നു. യോഹന്നാൻ സ്നാപകനെ വിളിച്ച് തൻ്റെ പ്രസംഗം കേൾക്കുമായിരുന്നു. പക്ഷേ
ആ പ്രസംഗമൊന്നും തൻ്റെ ജീവിതത്തിലൊരു വ്യത്യാസം ഉണ്ടാക്കിയില്ല. ദുഷ്ടത ചെയ്യുവാൻ, അധാർമികത്വം ചെയ്യാൻ ഹെരോദാവിനൊരു മടിയില്ലായിരുന്നു. സ്വന്തം സഹോദരൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി വെച്ചു. പിന്നീട് യോഹന്നാൻ സ്നാപകൻ്റെ തല വെട്ടി. ദുഷ്ടനായിരുന്നു. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വേറൊരു കാര്യം വായിക്കുന്നുണ്ട്. അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ, അനന്തരം പരീശന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്നൊരടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി. അവൻ ആത്മാവിൽ ജെരുങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവർ പടക് കയറി പോകുമ്പോൾ 15-ാം വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പരീശന്മാരുടെ പുളിച്ച മാവും ഹെരോദാവിൻ്റെ പുളിച്ച മാവും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇത് കേട്ടിട്ട് അവർ പറഞ്ഞ അപ്പത്തിൻ്റെ കാര്യമായിരിക്കും ഇവർ പറയുന്നതെന്ന്. പക്ഷേ യേശു പറഞ്ഞു, അതല്ല, ഞാനീ പറയുന്നത് പരീശന്മാരുടെയും ഹെരോദ്യരുടെയും സ്വഭാവത്തെക്കുറിച്ചാണ്. അവിടെ താൻ പറയുന്നത് പരീശന്മാരുടെ കപടഭക്തി, ഹെരോദ്യരുടെ ദുർമാർഗം, അധാർമിക ജീവിതം. പക്ഷേ ഇവർ രണ്ടു കൂട്ടർക്കും വേണ്ടത് അടയാളം കാണണം, പുറമെ എന്തെങ്കിലുമൊക്കെ കാണണം. അതാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം. ഹെരോദാവിൻ്റെ അടുത്ത് യേശുവിനെ കൊണ്ടുപോയപ്പോൾ ഹെരോദാവിന് വലിയ സന്തോഷമായിരുന്നു. കാരണം യോഹന്നാനെ പുള്ളി കൊന്നു, ഇനിയിപ്പോൾ ഇത് ആരാണ് എന്ന് ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. യേശുവിനെ കാണണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട്. കാരണം വല്ല അത്ഭുതമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന ആഗ്രഹം. ഈ ആഗ്രഹത്തിലിരിക്കുമ്പോഴാണ് പീലാത്തോസ് ഇതാ ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് യേശുവിനെ അയക്കുന്നത്. ഹെരോദാവിന് വലിയ സന്തോഷമായി. എന്തെങ്കിലുമൊക്കെ അത്ഭുതം കാണാൻ പറ്റുമെന്ന് താൻ വിചാരിച്ചു. താനത് വളരെ വ്യക്തമായി യേശുവിനോട് പറയുകയും ചെയ്തു, എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം കാണിക്കുക. 8-ാം വാക്യത്തിൽ ഹെരോദാവ് യേശുവിനെ കണ്ട് അത്യന്തം സന്തോഷിച്ച് അവനെക്കുറിച്ച് കേട്ടിരിക്കുന്നത് കൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വളരെ അടയാളവും ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു. ഏറിയൊന്ന് ചോദിച്ചിട്ടും അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. ഹെരോദാവ് രാജാവാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ അധികാരമുള്ള ആളാണ്. എന്ത് തെറ്റ് ചെയ്തിട്ടും രക്ഷപ്പെടാനും പറ്റും. അത്ര അധികാരമുണ്ട്. ദുഷ്ടനുമാണ്. യേശുവിനോട് ഒരു അടയാളം കാണിക്കാൻ താൻ പറയുകയാണ്. ഈ അടയാളം കാണിക്കാൻ ഇയാൾ ചോദിക്കുന്ന സമയത്ത് തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനെ കഠിനമായി കുറ്റം ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ രാജാവാണെന്ന് പറഞ്ഞു, ഇവൻ കരം കൊടുക്കുന്നില്ല, ഇവൻ ആൾക്കാരെ ഇളക്കുന്നു, ഇതൊക്കെ ഹെരോദാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹെരോദാവ് ഇവനോട് ചോദിക്കുകയാണ്, പ്ലീസ് ഒരു അത്ഭുതം കാണിക്കുക, ഒരു മാജിക്ക് കാണിക്കുക. പക്ഷേ യേശു അവനോട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എന്നാണ് ലൂക്കോസ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ അധികാരമുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ അടിച്ച് ശരീരത്തിലൊക്കെ മുറിവുകളുമായി ഉറങ്ങാതെ ക്ഷീണിച്ച് ഒരാളെ കെട്ടി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അയാൾക്കുള്ള ഏക ആശ്രയം അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ രാജാവിന് ഇയാളോട് കരുണ തോന്നണം, അങ്ങനെയാണെങ്കിൽ വിടുവിക്കും. ഇതാണ് പൊതുവെ രാജാവ് ഇങ്ങനെയുള്ള പ്രതികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. യേശു അയാളോട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ഇത് ഹെരോദാവിന് ഏറ്റവും വലിയ അപമാനമായിരുന്നു. രാജാവാണ് അയാൾ, പക്ഷേ അയാളോട് ഒരു അക്ഷരം പോലും യേശു മിണ്ടിയില്ല. ഇതിനെക്കുറിച്ച് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പല പ്രാവശ്യം യോഹന്നാൻ സ്നാപകനിലൂടെ ഹെരോദാവ് കേട്ടതാണ്. പക്ഷേ അത് അവൻ അനുസരിക്കാൻ മനസ്സിലായിരുന്നു. നല്ല പ്രസംഗം കേൾക്കാൻ ഇഷ്ടമാണ്, അത്ഭുതം കാണാൻ ഇഷ്ടമാണ്. പക്ഷേ ദൈവത്തെ അനുസരിക്കാൻ ഹെരോദാവിന് മനസ്സില്ലായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന കുഴപ്പമാണിത്. അല്പകാലം കഴിയുമ്പോൾ ദൈവത്തിന് പിന്നെ അവരോടൊന്നും പറയാനില്ല. കർത്താവായ യേശു ക്രിസ്തു ഹെരോദാവിൻ്റെ മുറിയിൽ വന്നു നിന്നു. പക്ഷേ ഒരക്ഷരം പോലും ഹെരോദാവിനോട് താൻ പറഞ്ഞില്ല. ഒരുപക്ഷെ അതിൻ്റെ ദേഷ്യം തീർത്തതാണ് ഹെരോദാവ് യേശുവിനെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് പരിഹസിച്ച് നിസ്സാരനാക്കി പീലാത്തോസിൻ്റെ അടുക്കൽ മടക്കി അയച്ചു. പ്രിയ സുഹൃത്തേ, ഇവിടെ നിന്ന് നാം ഒരു വലിയ പാഠം പഠിക്കേണ്ടതുണ്ട്. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അത് അനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ ദൈവം എല്ലാ കാലത്തും നിങ്ങളോട് സംസാരിക്കണം എന്നില്ല. ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതനുസരിക്കാനല്ല മനസ്സ്, മറിച്ച് അത്ഭുതം കാണണം, എന്തെങ്കിലുമൊക്കെ സ്പെക്ടാക്കുലറായിട്ടുള്ളത് കാണണം, എൻ്റർടൈൻഡ് ആവണം. ഇതിനു വേണ്ടിയുള്ള ആഗ്രഹമാണ് ചിലർക്ക്. അങ്ങനെയുള്ളവർ ഹെരോദാവിനെ പോലെയാണ്. അവർ ദൈവത്തിങ്കൽ നിന്ന് നല്ലതൊന്നും പ്രാപിക്കുകയില്ല. ഹെരോദാവും നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുക്കൽ യേശുവിനെ മടക്കി അയച്ചു.
റോമൻ ചക്രവർത്തിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന 2 രാജാക്കന്മാർ, പീലാത്തോസ്, ഹെരോദാവ്. ഇവർ 2 പേരും ആ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ കോടതികളാണ്. പീലാത്തോസിൻ്റെയും ഹെരോദാവിൻ്റെയും. അതിൻ്റെ മുകളിലൊരു കോടതി ആ നാട്ടിലില്ല. ഈ 2 കോടതിയും വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു: ഈ മനുഷ്യൻ നിഷ്കളങ്കനാണ്, അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ യഹൂദന്മാർ ഈ അവസരത്തിലൊക്കെയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇവനെ ക്രൂശിക്കണം, ഇവനെ കൊല്ലണം. എന്തിന്? അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ ഒരു തെറ്റ് ചെയ്തു. അവൻ ആരാണെന്ന് പറഞ്ഞു. താൻ പറഞ്ഞു, ഞാൻ യഹൂദന്മാരുടെ രാജാവ്. നീ ക്രിസ്തുവോ? ഞാനാകുന്നു എന്നവൻ പറഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് യേശുവിനെ കൊല്ലുവാൻ യഹൂദന്മാർ തുനിഞ്ഞത്. ആ ഒരു കാരണമേ അവർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. കാരണം ഇവൻ പറയുന്നത് ദൈവദൂഷണമാണ്. പക്ഷേ അവർ ചിന്തിക്കാതിരുന്ന, ഒരുപക്ഷെ മനഃപൂർവ്വം ചിന്തിക്കാതിരുന്ന ഒരു കാര്യമുണ്ട്. ഇവൻ പറയുന്നത് സത്യമാണെങ്കിലോ? എങ്കിൽ എത്രയോ വലിയ തെറ്റാണ് അവർ ചെയ്തിരുന്നത്. അതവർ മനസ്സിലാക്കിയില്ല. ഇതിനെക്കുറിച്ച് ലൂക്കോസ് തന്നെ പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്: ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിനെ വിരോധിക്കുകയും അവൻ്റെ അഭിഷക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയസ് പീലാത്തോസും ജാതികളും ഇസ്രയേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. പീലാത്തോസ്, ഹെരോദാവ്, യെരുശലേമിലുള്ള ജനം, ഇവരെല്ലാവരും കൂടിയാണിത് ചെയ്യുന്നത്. പക്ഷേ 28-ാം വാക്യത്തിൽ അവർ പറയുന്നു, സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇതൊക്കെ ഇവർ ചെയ്തെങ്കിലും ഇത് സംഭവിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധൻ പാപികളുടെ കൈയാൽ കൊല്ലപ്പെടണമെന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് 2 ഗവർണർമാർ യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സാക്ഷ്യം പറഞ്ഞു. അത് നമുക്ക് വേണ്ടിയാണ്. കാരണം പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ info@fibaonline.org എന്ന ഇമെയിൽ ID ഉപയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുവാൻ 9880221957 എന്ന നമ്പരും ഉപയോഗിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9880221957.